ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് പപ്പായ ഇല കൊണ്ട് നമ്മുടെ കിച്ചൺ മുതൽ ബാത്റൂം വരെ വൃത്തിയാക്കാനുള്ള കിടിലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കുറേ പേര് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നില്ല. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പപ്പായ ഇല കൊണ്ട് നമ്മുടെ കിച്ചൺ മുതൽ ബാത്റൂം വരെ വൃത്തിയാക്കാനുള്ള നല്ലൊരു സൊല്യൂഷനാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പപ്പായ ഇലയുടെ കൂടെ കുറച്ച് വേറെ സാധനങ്ങളും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇവിടെ കുറച്ച് പപ്പായയുടെ ഇല എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കുക്കറാണ് വേണ്ടത് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ആ കുക്കറും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വച്ചിരിക്കുന്ന പപ്പായ ഇല നമുക്കിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു കമ്പൊന്ന് മാറ്റിയ ശേഷം ആ ഇല മാത്രം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പപ്പായ ഇല കൊണ്ട് പല ഉപയോഗങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വീട് മൊത്തം വൃത്തിയാക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പം ഞാൻ ഇവിടെ ഇലയെല്ലാം ഈ ഒരു കുക്കറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമുക്ക് എത്രയാണോ അളവിന് വേണ്ടത് അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ 2 ഗ്ലാസ് വലിയ ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കുന്ന നാരങ്ങയാണ് കേട്ടോ. പഴയ നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കേടായ നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 നാരങ്ങ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ ഇവിടെ ഇത് വച്ചിട്ട് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കേട്ടോ. ആ നാരങ്ങയൊക്കെ നല്ലതുപോലെ വേവിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു നീര് നല്ലതുപോലെ ഇറങ്ങി കിട്ടുള്ളൂ ആ വെള്ളത്തിൽ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തിളച്ച് നല്ലതുപോലെ ആ സത്തെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു കൊത്ത് ആ നാരങ്ങയും ഇലയെല്ലാം ഒന്ന് ഊറ്റി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഈ ഒരു വെള്ളം കുറച്ചൊഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ ഇവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ആ നാരങ്ങയും അതുപോലെ തന്നെ പപ്പായയുടെ ഇലയൊക്കെ നല്ലതുപോലെ അരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ വെള്ളം അത്രയും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതിനെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അതിൻ്റെ ആ കൊത്തെല്ലാം മാറ്റി നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാൻ അരിച്ചെടുത്ത ശേഷം അതിൻ്റെ ആ ഒരു കൊത്തെല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല കളർ നാരങ്ങയുടെ ഒക്കെ മണം നല്ലതുപോലെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് കുറച്ച് വീതം ഓരോ ആവശ്യത്തിന് നമുക്ക് ഓരോ കാര്യങ്ങൾ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു പപ്പായ ഇലയുടെ. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പം ഞാൻ ഇവിടെ 2 സൊല്യൂഷനാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. കിച്ചണിലത്തേക്ക് ഒരു സൊല്യൂഷനും അതുപോലെ തന്നെ ബാത്റൂമിലത്തേക്ക് വേറെ സൊല്യൂഷനാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ കുറച്ച് ഇതെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിം ലിക്വിഡാണ്. നമ്മൾ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ലിക്വിഡ് കുറച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ കിച്ചണിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ കിച്ചണിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കിച്ചൻ്റെ അടുപ്പിൻ്റെ പുറമാണ് കേട്ടോ. നല്ല അഴുക്കൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. ആദ്യം നമുക്ക് ആ ഒരു ഗ്ലാസ്സിൽ ഈ സ്പോഞ്ച് ഉപയോഗിച്ച് നല്ലതുപോലെ തേച്ച് കൊടുക്കുക. നമ്മൾ ഈ ഗ്ലാസ്സിലൊക്കെ നമ്മൾ സ്പോഞ്ച് പോലത്തെ സ്ക്രബ്ബർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അവിടെയൊക്കെ പോറൽ പറ്റും. അപ്പോൾ ഇതുപോലെ ആ ഒരു സൊല്യൂഷൻ വെച്ച് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുപ്പൊക്കെ എത്ര അഴുക്ക് പിടിച്ച കിച്ചൻ്റെ അടുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച ശേഷം നമുക്ക് ആ ഒരു അടുപ്പിൻ്റെ ആ ഒരു റൗണ്ടിലും എല്ലായിടത്തും നമുക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം.
അപ്പോൾ നമ്മൾ പാചകമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ എണ്ണയൊക്കെ തെറിക്കും. നമ്മൾ പാചകം ചെയ്യുമ്പോൾ എണ്ണ തെറിക്കും. അതുപോലെ തന്നെ നല്ല അഴുക്കും പൊടികളൊക്കെ ഉണ്ടായിരിക്കും. അതുമാത്രമല്ല നമ്മൾ ഈ ഉറുമ്പിൻ്റെയൊക്കെ ശല്യം മാറ്റാനും അതുപോലെ തന്നെ അതിനൊക്കെ ഈ ഒരു നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇവിടെ എല്ലായിടത്തും ഒന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു നനഞ്ഞ തുണി കൊണ്ട് എല്ലാം ആ ഒരു ഗ്ലാസ്സിലൊക്കെ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഗ്ലാസ്സൊക്കെ നല്ലതുപോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളെ കിച്ചണിലൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം അതുപോലെ തന്നെ എത്ര അഴുക്കുണ്ടെങ്കിലും നമ്മളെ അടുപ്പൊക്കെ നല്ലതുപോലെ പുതുപുത്തനായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ ടൈൽസിലാണ് കേട്ടോ. അവിടെ ഇതുപോലെയൊക്കെ നമ്മൾ പ്രത്യേകിച്ച് എനിക്കെന്ന് വെച്ചാൽ കേക്കിൻ്റെയൊക്കെ പരിപാടി ഇതുള്ളത് കൊണ്ട് തന്നെ നല്ല പോലെ മുട്ടയുടെയൊക്കെ സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ അതിനുശേഷം നമ്മൾ തുണി കൊണ്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ. നല്ലൊരു മണമായിരിക്കും കേട്ടോ. ആ ഒരു നാരങ്ങയുടെയും അതുപോലെ തന്നെ ലിക്വിഡിൻ്റെയും എല്ലാത്തിൻ്റെയൊക്കെ ഒരു നല്ലൊരു മണമായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് തേച്ച് കൊടുത്തതിന് ശേഷം തുടയ്ക്കുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ കിച്ചൺ ടൈലൊക്കെ നല്ല പുതുപുത്തനായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പം ഞാൻ ഇവിടെ ആ കിച്ചണിലൊക്കെ എല്ലാം തേച്ച് കൊടുത്തതിന് ശേഷം ഒരു തുണി കൊണ്ട് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ അടുത്ത നമ്മുടെ വീട്ടിലുള്ള മിക്സിയൊക്കെ എത്ര അഴുക്ക് പിടിച്ച മിക്സി ഈ ഒരു സൊല്യൂഷൻ വെച്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളൊരു ചെറിയൊരു സ്പോഞ്ച് പോലത്തെ സ്ക്രബ്ബറിൽ ഇതൊന്ന് മുക്കി ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ വെള്ളമൊന്നും വീത്തി തുടയ്ക്കാതെ ഒരു നനഞ്ഞ തുണി കൊണ്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ആ ഒരു മിക്സിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര അഴുക്ക് പിടിച്ച മിക്സിയും നമുക്ക് ഒരു നിമിഷം കൊണ്ട് തന്നെ നല്ല പുതുപുത്തനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ തുടച്ചൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ മിക്സി ഒന്ന് നോക്കണം. നല്ലതുപോലെ വെളുത്ത് പുതുപുത്തനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഈ ഒരു ടിപ്സും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള ബേസൺ അപ്പോൾ നല്ല കറുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ബേസൺ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സൊല്യൂഷൻ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഒന്ന് എല്ലായിടത്തും ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിനെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ കറുത്ത് കിടക്കുന്ന ഒരു ബേസനാണ്. അപ്പോൾ ഞാൻ ഇവിടെ അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എത്ര കറ പിടിച്ച ഒരു ബേസനും നമുക്ക് പുതുപുത്തനാക്കി തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ ഭാഗത്തൊന്ന് തേച്ചിട്ടുണ്ട് കണ്ടോ. അത് അഴുക്കെല്ലാം നല്ലതുപോലെ ഇളകി കണ്ടോ. കഴുകുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കണ്ട ആ ഒരു ബേസന് ഇപ്പോൾ ഇതൊക്കെ കൊണ്ട് കഴുകിയ ശേഷം കണ്ട ബേസനൊന്ന് നോക്കിയാൽ നല്ലതുപോലെ വെളുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേസൻ മാത്രമല്ല നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന ആ ഒരു സിങ്ക് എത്ര അഴുക്ക് പിടിച്ചേയും എത്ര എണ്ണമയമുള്ള സിങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് ആ ഒരു സൊല്യൂഷൻ ഒന്ന് വീത്തി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ വെളുത്ത് പുതുപുത്തനായിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ആ ഒരു എണ്ണമയവും ആ ഒരു സ്മെല്ലും എല്ലാം ഒന്ന് മാറിക്കിട്ടും കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ബേസനിലൊക്കെ സ്മെല്ലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത് കൊണ്ട് നമ്മൾ കഴുകിയ ശേഷം നമ്മൾ കഴുകി കളയുകയാണെങ്കിൽ നല്ലതുപോലെ വൃത്തിയായി കിടക്കും. അപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്ന ഈ ഒരു പപ്പായ ഇല കൊണ്ട് നമ്മുടെ കിച്ചൺ മുതൽ ബാത്റൂം വരെ നമുക്ക് വൃത്തിയാക്കാനുള്ള നല്ല ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇവിടെ ആ ഒരു സിങ്കിലെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ആ എണ്ണമയം എല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾക്ക് കണ്ട നല്ലതുപോലെ വെളുത്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് വേറൊരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കാം. അടുത്ത് നമ്മൾ ബാത്റൂം കഴുകേണ്ട സൊല്യൂഷനാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ആ ഒരു പപ്പായയിൽ തയ്യാറാക്കിയെടുത്ത് അതൊന്ന് നമ്മൾ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഷാമ്പു ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 1 രൂപയുടെ ഷാമ്പു ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലെല്ലാം ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഈ ഷാമ്പുവിന് പകരം സോപ്പ് പൊടി അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഷാമ്പു ആകുമ്പോൾ നല്ലൊരു മണവും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ ഷാമ്പു എല്ലാം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ആ ഒരു ഷാമ്പു ഈ ഒരു വെള്ളത്തിലേക്ക് നല്ലതുപോലെ മിക്സായി കിട്ടണം, നല്ല പതഞ്ഞ് കിട്ടണം കണ്ടോ. അത് കലക്കുമ്പോൾ തന്നെ നല്ലതുപോലെ പതഞ്ഞ് വരും. ഇനി നമ്മൾ അടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കംഫർട്ടാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ബാത്റൂമിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല സ്മെല്ലുകളോ അതൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടി നമ്മൾ കുറച്ച് ഇതിലേക്ക് കംഫർട്ടും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണം ഇരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് അളവിൽ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിനകത്തുള്ള ആ ബേസനിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പം നിറയെ അഴുക്കും കറകളൊക്കെ പറ്റി പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിലേക്കൊന്ന് ഒഴിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അധികം പാടൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയിടുകയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് വീട്ടമ്മമാർക്കൊക്കെ പെട്ടെന്ന് ജോലി തീർക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇത്. അപ്പോൾ അതുമാത്രമല്ല ആ ഒരു ടാപ്പിലും എല്ലായിടത്തും ഇതുപോലെ നല്ല കറകളൊക്കെ പറ്റി പിടിച്ചിരിക്കും. അവിടെയൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വൃത്തിയാക്കിയ ശേഷം നിങ്ങൾക്ക് ആ ഒരു ബേസൻ കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അതുമാത്രമല്ല നമ്മുടെ ബാത്റൂമിനകത്തുള്ള ടൈൽസിൽ നമ്മൾ തറയിലൊക്കെ ഉള്ള ടൈൽസിലൊക്കെ പെട്ടെന്ന് തന്നെ അഴുക്ക് പറ്റി പിടിക്കാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ഈ ഒരു സൊല്യൂഷൻ ഒന്ന് നിറയെ ഒന്ന് വീത്തി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് ഇട്ടിരുന്നതിന് ശേഷം നമുക്ക് ആ ബ്രഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചെറിയ സ്ക്രബ്ബർ ഉപയോഗിച്ചൊക്കെ നമുക്ക് തേച്ച് കഴുകി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് നിറയെ ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റെങ്കിലും നമുക്ക് അതിനെ ഒന്ന് ഇട്ടിരിക്കണം. അതിന് ശേഷം നല്ലതുപോലെ തേച്ചതിന് ശേഷം കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ബാത്റൂം ടൈൽസൊക്കെ നല്ലതുപോലെ വൃത്തിയായിരിക്കും, നല്ല ഫ്രഷ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ എല്ലായിടത്തും ആ ഒരു ടൈൽസിലൊക്കെ തേച്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ടൈൽസൊക്കെ നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഇത് ബാത്റൂമിലെ ക്ലോസറ്റിലൊക്കെ കറകളൊക്കെ പറ്റി പിടിച്ചിരിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് തേച്ചതിന് ശേഷം നമ്മൾ ഫ്ലഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര കറയുള്ള ബാത്റൂമിലും ക്ലോസറ്റിലും ആ ഒരു കറയൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പം നമ്മൾ അധികം ഉരച്ച് കഴുകിയൊന്നും ഒട്ടും കഷ്ടപ്പെടേണ്ട. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകിയാൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ തേച്ചതിന് ശേഷം ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ നല്ലതുപോലെ പുതുപുത്തനായിട്ടുണ്ട്, എല്ലാ കറയും മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കിച്ചൺ മുതൽ ബാത്റൂം വരെ നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു പപ്പായ ഇല കൊണ്ട് നമുക്ക് വീട് മൊത്തം വൃത്തിയാക്കാനുള്ള നല്ലൊരു വീഡിയോയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.